നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. എല്ലാവരും ക്ഷമിക്കുക. നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്, ആര് കാരണമാണ് നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിച്ചത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഇപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത്. റീഡിങ്ങിൻ്റെ അവസാനം ഒരു റിച്വൽസ് കാണിക്കുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണ്, ഇപ്പോൾ തേർഡ് പാർട്ടി പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ്. വീഡിയോയുടെ അവസാനം വരെ കാണുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ എന്നൊക്കെയുള്ളത് ഈ റീഡിങ്ങിൽ അറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ്, ദ കിങ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ടു ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ടു ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കായിട്ട് ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷമാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള ഒരു ഡേറ്റ്, ഒരു മാസമൊക്കെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിക്ക് ഇവിടെ നീതി ലഭിച്ചില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോഴും ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ളൊരു വെയിറ്റിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിയാം, മറ്റേതോ ഒരു വ്യക്തിയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്തുക്കളാവാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയ ഒരു വഴിയാണ് ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ളൊരു ബന്ധം. അത് ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് വഴി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സുഹൃത്താവാം, അല്ലെങ്കിൽ ഇവരാരോ വർക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട്. ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് ആരാ. ഇപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയത്തില്ല ഈ ഒരു തേർഡ് പേഴ്സൺ ആരാ എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ, അതായത് ഈ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് എന്തോ ഒരു സാമ്പത്തിക ഇടപാട്, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവാം നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലൊരു സാമ്പത്തിക ഇടപാടുണ്ട്. എന്തോ ഒരു കാര്യം, ഒരു വിലപിടിപ്പുള്ള കാര്യം, അത് സ്വർണ്ണമാവാം, പൈസയാവാം, അങ്ങോട്ടൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഇൻലോസിന് അറിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ഇൻലോ, അത് നിങ്ങളുടെ മദർ ഇൻ ലോ ആവാം, ഫാദർ ഇൻ ലോ ആവാം, സിസ്റ്റർ ഇൻ ലോ ആവാം, ബ്രദർ ഇൻ ലോ ആവാം, ആരും ആവട്ടെ, അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അറിയാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഇൻലോസ് സപ്പോർട്ട് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാൻ, അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള മെയിൻ റീസൺ നിങ്ങളുടെ ഇൻലോസിൻ്റെ സപ്പോർട്ട് കൊണ്ടിട്ടാണ്. നിങ്ങളെ കൂടുതൽ, അതായത് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് പ്രേരിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും
നിങ്ങളുടെ ആ ഒരു വ്യക്തിയും തമ്മിൽ പിരിയാനുള്ള ആ ഒരു പിരിയേണ്ട സ്റ്റേജ് വരെ എത്തി. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കേസ് ചിലപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ ചിലപ്പം കോടതിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ആരെങ്കിലും വിട്ടിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി കാശിൻ്റെ പിന്നാലെ പോകുന്നൊരു ആളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് പരിഗണനയും അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഈ ക്യാഷ് ഉള്ളവരുമായിട്ട് മാത്രമാണ് സൗഹൃദം വെക്കുക, കൂടുതൽ സംസാരിക്കുക, കൂടുതൽ ക്ലോസ് ആയിട്ടിരിക്കുക. അങ്ങനെ ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തി കൂടുതൽ ചിന്തിക്കാതെ ആൾക്കാരുടെ, അതായത് മറ്റുള്ളവരെന്താണോ പറയുന്നത് അത് വിശ്വസിച്ച് എടുത്തുചാട്ടക്കാരൻ അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരിയായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഇമ്പൾസീവായിട്ടുള്ളൊരു നേച്ചറായിട്ടാണ് കാണുന്നത്. കൂടുതൽ ചിന്തിക്കാനുള്ളൊരു ശേഷിയില്ല. അതായത് മെയിനായിട്ടും വർക്ക് ചെയ്യത്തില്ല, തല വർക്ക് ചെയ്യില്ല. ആർക്കാണോ കൂടുതൽ പണമുള്ളത് അവർ പറയുന്നത് എന്താണോ അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് പേര് പറ്റിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കാത്തത്. കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു പണം കൂടുതലുള്ള വ്യക്തിക്കാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് അനുസരിക്കാതെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങളുടെ വ്യക്തി അകപ്പെട്ടതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയൊക്കെയോ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് നിങ്ങളുടെ അടുത്ത് മടങ്ങി എത്തുമെന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നീതി യൂണിവേഴ്സ് തരും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്ന് വിശ്വസിക്കുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ ആരുടെ അടുത്തൊക്കെയോ തിരക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിരന്തരം വിളിച്ചിട്ടുണ്ടാകാം. അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ വ്യക്തിയെ സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. അവർക്കൊരു ധാരണയുണ്ട് നിങ്ങൾ എവിടെയും പോവുകയില്ല, നിങ്ങളെപ്പോഴും പട്ടിയെ പോലെ അവരുടെ പിന്നാലെ വരും എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ ആ ഒരു ചിന്ത ശരിയാണ് എന്നുള്ളൊരു തോന്നലിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഉണ്ടാവാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണ് വർക്ക് ചെയ്യാത്തത്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന വഴിപാടുകൾ, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത്, എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാത്തത്. ഇവിടെ നിങ്ങൾ 100% വിശ്വസിച്ചിട്ടല്ല ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യുന്നത്. നിങ്ങൾ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് അങ്ങനെ ഒരു രീതിയല്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വിഷമമുണ്ട്, നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഡിപ്രഷൻ, ആ ഒരു വിഷമം അതെടുത്ത് മാറ്റുക. നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ ഒരുപാട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിപ്രഷൻ സ്റ്റേജ്, രാത്രി ഉറക്കമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. നിങ്ങൾ പുറമേ ഒന്നും, നിങ്ങൾ രാത്രിയാകുമ്പോൾ ഒരുപാട് കിടന്ന് വിഷമിച്ചിട്ട് പുറമേ നിങ്ങൾ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങൾ നടക്കുന്നത്. കുറേ ആൾക്കാരോടടുത്ത്, നിങ്ങളുടെ ചുറ്റിനുമുള്ള ഒരുപാട് പേരെടുത്ത് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്.
നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് ഇത്രയൊക്കെ ഒരു അൺകംഫർട്ടബിൾ അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു കംഫർട്ടബിൾ സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മാറുകയുള്ളൂ. ആ ഒരു എനർജി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം നിങ്ങളിലേക്ക്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ എനർജി എപ്പോഴും നിങ്ങളുടെ അടുത്താണ് ഇരിക്കേണ്ടത്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയാവട്ടെ, നിങ്ങളുടെ ശത്രു ആവട്ടെ, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എനർജി അവിടെ പോകുന്നു. അപ്പോൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ എനർജി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലും സ്വസ്ഥത, സമാധാനം കിട്ടത്തില്ല, ഉറക്കം കിട്ടില്ല. എപ്പോഴും ഡിപ്രഷൻ സ്റ്റേജാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ എനർജി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് സ്വയം ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്. ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണി കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിയേണ്ട അവസ്ഥ, അത് ഈ ഒരു സ്റ്റേജിൽ വരെ എത്തിയതിൻ്റെ റീസൺ തന്നെ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണി ആയതുകൊണ്ടാണ്. ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാനുള്ളൊരവസ്ഥ എത്തിയതായിരിക്കാം. അതിൻ്റെ ഇടയിൽ മറ്റാരൊക്കെയോ കയറി, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവാം, ഇവരെല്ലാം കയറി ഇടപെട്ടിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അതൊക്കെ ഓർത്തിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തി ഫ്രണ്ട്സുമായിട്ട്, ആ ഒരു തേർഡ് പേഴ്സണായിട്ട്, അവരുടെ ഫാമിലിയായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഓർക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നല്ല കാര്യങ്ങൾ ഇവിടെ ഓർക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങളെക്കുറിച്ചിട്ട് അല്ലാത്ത രീതിയിൽ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തി ഇവിടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടോപ്പിക് അവിടെ വരുന്നുണ്ട്. ആ ഒരു ടോപ്പിക് അവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ടിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ ഇപ്പോൾ ഒരു പട്ടിയെ പോലെ നടക്കുന്നു. അവരില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. നിങ്ങളൊരു ശല്യമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കുറ്റമുണ്ടോ അതൊക്കെയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഈ തേർഡ് പേഴ്സൻ്റെ അടുത്തും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന പേഴ്സൺ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ സുഖവിവരം അറിയണം, ഇരിക്കുകയാണോ എന്നറിയണം. നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉറപ്പായിട്ടും റീയൂണിയൻ ഉണ്ടാവും. റീയൂണിയൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്തായാലും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ റീയൂണിയൻ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും സ്വാഭാവികമായിട്ടുള്ളൊരു റീയൂണിയൻ ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിയമപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകാം. ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു കേസിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം, ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനേക്കാൾ വളരെ വേഴ്സ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗമെല്ലാം ക്ലിയറാക്കി, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളെല്ലാം ദൈവത്തിന്, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക.
നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആക്കി വെക്കാൻ സാധിക്കുന്നില്ല, ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ വിശ്വാസമുള്ള ആരുടെടുത്തെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കുക. തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭാരം അങ്ങ് പോകും. നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാക്കുക. നിങ്ങൾക്കത് എന്ത് ചെയ്താലാണ് ശാന്തമാകുന്നത് എന്ന് തോന്നുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക. നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു എനർജി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ ഒരു മോശപ്പെട്ട ആ ഒരു എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിട്ട് ഒരു വർഷമായി എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി വരുന്ന 11 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു അറിവോ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇൻഡയറക്റ്റ്ലി ഓർ ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും സുഹൃത്ത് വഴിയോ ഏതെങ്കിലും ബന്ധുക്കൾ വഴിയോ നിങ്ങളെ തിരക്കിയതാവാം. അവർ പറഞ്ഞിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിന് മുന്നേ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനായിട്ട് ഒരു 8 മാസം തൊട്ടൊരു 6 മാസം തൊട്ട് 8 മാസം വരെ ആയി എന്നുണ്ടെങ്കിൽ ഈ വരുന്ന 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ കോൾസ്, മെസ്സേജസ് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞല്ലോ, മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു റിച്വൽ നോക്കാം. ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു തേർഡ് പേഴ്സൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നവർക്കും ഒക്കെ ഉള്ളൊരു റിച്വലാണ്. ഇതിനായിട്ട് വേണ്ടുന്നത് വെള്ളമാണ് വേണ്ടുന്നത്, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. അതിനുശേഷം വേണ്ടുന്നത് റോസാപ്പൂവിൻ്റെ പെറ്റൽസാണ് വേണ്ടുന്നത്. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് റോസ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. ഉറപ്പ് വരുത്തുക അങ്ങനെ ഇരിക്കുമ്പോൾ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഫോൺ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നില്ല. ഫോണിൻ്റെ ബെല്ലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആരും നിങ്ങളെ വിളിക്കാനും ഒന്നും പാടില്ല. ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആവണം. പിന്നെ ഈ വെള്ളം എടുത്ത് വെക്കേണ്ടത് ഒരു ഗ്ലാസ്സിലാണ്. നല്ല ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിലോ എടുത്ത് വെക്കുക. വെള്ളം തീരെ കുറയരുത്. അതിനകത്തേക്ക് ഒരു റോസാപ്പൂവിൻ്റെ പെറ്റൽസ് ഇടുക. റോസ് വാട്ടർ ആണെങ്കിൽ ഒരു 3 അടപ്പ് റോസ് വാട്ടർ ഒഴിക്കുക. റോസാപ്പൂവ് റോസ് കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഇത് നിങ്ങളൊന്ന് അടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങളൊരു 3 to 5 മിനിറ്റ്സ് നല്ല രീതിയിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. മൈൻഡ് ഒന്ന് ശാന്തമാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് സന്തോഷമായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ ഒരു റിച്വൽസ് സന്തോഷമായിട്ട് ചെയ്യുക. നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫേസ് മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം വേണം ഈ ഒരു വെള്ളത്തിൽ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് തന്നെ അപ്പം മനസ്സിൽ തോന്നും എപ്പോഴും നിർത്തണം എന്നുള്ളത്. അത് നിർത്തിയതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ പറയാനാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നടന്ന് കഴിഞ്ഞതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം നടന്ന് കഴിഞ്ഞതായിട്ട് തന്നെ വിചാരിച്ചിട്ട് ഈ വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഒരു എനർജി ആയിട്ട് ആ ഒരു വെള്ളത്തിൽ ചെന്ന് വീഴുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ഇതാണ് റിച്വൽ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. എന്തൊക്കെ നിങ്ങൾക്ക് പറയാമോ അതൊക്കെ പറയുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം, അതെങ്ങനത്തെ രീതിയിൽ സ്നേഹിക്കണം, എന്താണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ഫ്യൂച്ചർ പ്ലാൻസ്, അതൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നതായിട്ട് തന്നെ വേണം പറയാൻ. അതിനുശേഷം ഈ വെള്ളം കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെടിക്ക്, വളർത്തുന്ന ഒരു ചെടിക്ക് ഒഴിക്കുക. ഒരിക്കലും ഇത് ബാത്റൂമിലോ സിങ്കിലോ ക്ലോസറ്റിലോ ഒന്നും ഒഴിച്ച് കളയരുത്.
ഇത് ചെയ്തതിന് ശേഷം മൈൻഡ് വളരെ നല്ല ശാന്തമായിട്ട് വയ്ക്കുക. ഈ ഒരു റിച്വൽ നിങ്ങൾക്ക് അടുപ്പിച്ച് 21 ഡേയ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി വൺസ് ആയിട്ട് ചെയ്യാം. വീക്കിലി വൺസ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 3 to 4 months നിങ്ങളിത് ചെയ്യുക. പീരിയഡ്സ് ടൈമിലും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി ബ്ലോക്കേജ്, കരിയറിൽ പ്രശ്നങ്ങൾ, ബ്ലാക്ക് മാജിക് എനർജി ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇപ്പോൾ എടുത്തത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇത് റെസൊണേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ വ്യക്തത ലഭിക്കണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.